പക്ഷേ ഇന്ന് ഈ സാർ ആദ്യം സൂചിപ്പിച്ച പോലെ അങ്ങനെ ഒരു എന്താ പറയുക ശാന്തമായി സ്വസ്ഥമായി പോയിക്കൊണ്ടിരുന്നൊരു മഴക്കാലമോ അല്ലെങ്കിൽ മറ്റ് സീസണുകളോ ഒന്നും അല്ല നമ്മൾക്കുള്ളത്. അതുകൊണ്ട് കൂടിയാണ് സാർ ആദ്യം സൂചിപ്പിച്ചതുപോലെ ഇങ്ങനെയുള്ള ചർച്ചകളും അല്ലെങ്കിൽ ഇതിൽ കൂടുതൽ ശ്രദ്ധ ചെലുത്തുകയും പഠിക്കാൻ താല്പര്യമൊക്കെ കാണിക്കുന്നത്. ഒരു സുരക്ഷിതമായ ഒരു കാലാവസ്ഥ അല്ലെങ്കിൽ കാലവർഷം കേരളത്തെ സംബന്ധിച്ചിടത്തോളം ഇല്ലാതായിക്കൊണ്ടിരിക്കുകയാണെന്ന് പറയാം. അതുകൊണ്ടാണ് കേരളം മാത്രമല്ല, ഇന്ത്യയിലൊട്ടാകെ അങ്ങനെ, ലോകം ലോകത്തൊട്ടാകെ അങ്ങനെ മുഴുവനും അല്ലേ? അങ്ങനെയാണ് സാർ. ഇപ്പം ഞാൻ ഹിമാചൽ പ്രദേശിലെ ആളോട് സംസാരിച്ചു. അതെ ആപ്പിൾ വിളയേണ്ട സമയത്ത് ആപ്പിൾ വിളയുന്നില്ല, അതെ ആപ്പിൾ പഴുക്കേണ്ട സമയത്ത് പഴുക്കുന്നില്ല. അപ്പം ഭൂമിയുടെ ചൂട് വർദ്ധിക്കുന്നു അതെ അല്ലേ? ഭൂമിയുടെ ചൂട് വർദ്ധിക്കുന്നു, ഓഷ്യൻ്റെ ചൂട് വർദ്ധിക്കുന്നു. അതെ ഇതെല്ലാം കൊണ്ട് മഴ പെയ്യേണ്ട സമയത്ത് മഴ പെയ്യാതിരിക്കുന്നു. അതെ മഴ പെയ്യുന്ന സമയത്തിൽ മാറ്റം വരുന്നുണ്ട്, മാറ്റം മഴ വരുന്നു. അളവിൽ വ്യത്യാസം വരുന്നുണ്ട്, പാറ്റേൺ മൊത്തത്തിലൊന്ന് മാറിയിട്ടുണ്ട്. അപ്പോൾ അത് എപ്പോഴും നമ്മളെല്ലാം എപ്പോഴും എന്താ പറയുക എപ്പോഴും പറഞ്ഞ് തന്നെ അർത്ഥം കുറഞ്ഞിട്ട് അല്ലെങ്കിൽ അതിൻ്റെ എന്താ പറയുക അതിൻ്റെ ഒരു റെലവൻസ് പോയിട്ടില്ല. നമ്മൾ ഗ്ലോബൽ വാർമിംഗ് അല്ലെങ്കിൽ ആഗോള താപനം എന്ന് എപ്പോഴും പറയുന്നുണ്ട്. അതൊരു യാഥാർത്ഥ്യമാണ്.